ഈ ബി.ജെ.പി. ഗവൺമെൻറ് എത്തരത്തിലാണ് രണ്ട് ന്യൂനപക്ഷങ്ങളോട് മനുഷ്യത്വഹീനമായും അപരിഷ്കൃതമായും പ്രാകൃതമായും നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയും പെരുമാറുന്നതിന് രണ്ട് രീതികളുണ്ട്. ഇവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷം ഉത്തരേന്ത്യയിൽ ബി.ജെ.പിയുടെ നേരിട്ടുള്ള അവരുടെ ഒരു ബുൾഡോസർ രാജ്യം അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് തന്നെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രണ്ടാം കിട പൗരന്മാരായി പല പൗരാവകാശങ്ങളും നിയമങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം 2 ലക്ഷത്തിനടുത്ത് വീടുകൾ തന്നെ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. ആ കുടുംബമൊക്കെ ഇന്ന് തെരുവിൽ അലയുകയാണ്. ആസാമിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ വലിയ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത്തരത്തിലാണ് മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ആ ന്യൂനപക്ഷത്തെ ബി.ജെ.പിക്കാർ നേരിടുന്നത്. എന്നാൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇപ്പോൾ മതപരിവർത്തന നിരോധന നിയമവും അതുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഛത്തീസ്ഗഡാണല്ലോ നമ്മുടെ വിഷയം. ഛത്തീസ്ഗഡ് മധ്യപ്രദേശായിരുന്ന കാലത്ത് 68 ഒരു നിയമം അവിടെയുണ്ട്. അതൊരു നിരുപദ്രവകാരിയായ നിയമമായിരുന്നു. അത് കഴിഞ്ഞ് 2000 ഛത്തീസ്ഗഡ് ഉണ്ടായി. 2006 ബി.ജെ.പിക്കാരനായ രമൺ സിംഗ് ആണ് അതിനൊരു അമെൻമെൻറ്റ് വരുത്തിയത്. ആ അമെൻമെൻറ്റോടുകൂടി മതപരിവർത്തനം എന്നത് അത് ജില്ലാ കലക്ടർക്ക് അപേക്ഷ കൊടുത്തിട്ട് വേണം ഒരു മതപരിവർത്തനത്തിന്. പിന്നെ ആ വ്യക്തിയുടെ മുഴുവൻ ബയോഡാറ്റ വേണം. പിന്നെ പണം മൂലമോ ജോലി വാഗ്ദാനം മൂലമോ ഭക്ഷണം കൊടുത്തു പോലും മതം മാറ്റി എന്ന് കണ്ടാൽ ഉള്ള ശിക്ഷകളും നടപടികളൊക്കെ ആയിട്ട് വലിയൊരു അമെൻമെൻറ്റ് വന്നു. അത് കഴിഞ്ഞ് 2022 ബി.ജെ.പി. ഗവൺമെൻറ് വീണ്ടും അമെൻഡ് ചെയ്തു. ആ അമെൻമെൻറ്റിലാണ് ഈ തടവ് ശിക്ഷയൊക്കെ അവിടെ പ്രതിപാദിക്കുന്നത്. ഈ പറഞ്ഞ ആദിവാസികളെയോ അല്ലെങ്കിൽ അനാഥകളെയോ അല്ലെങ്കിൽ പെൺകുട്ടികളെയോ ഒക്കെ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ തടവിലേക്ക് പോകുന്ന തരത്തിൽ അവിടെ നിയമങ്ങൾ മാറ്റി. ഈ നിയമങ്ങളൊക്കെ മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ പീഡനം അനുഭവിച്ചത് ആരാന്ന് നിങ്ങൾ നോക്കിയാൽ സമ്പൂർണ്ണമായിട്ട് ക്രിസ്ത്യാനികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ കത്തോലിക്കരെന്നോ നോൺ കത്തോലിക്കെന്നൊന്നും ഭേദമില്ല. ബിലാസ്പൂർ കേസുണ്ട് നമ്മുടെ മുന്നിൽ, അതുപോലെ തന്നെ ജാസ്പൂർ കേസുണ്ട്, നാരായൺപൂർ കേസുണ്ട്, സൊർജോഗോ കേസുണ്ട്. ഇതൊക്കെ വിവിധ തരത്തിലുള്ള കൺവേർഷനുമായിട്ടും ഇതുപോലുള്ള മതപരിവർത്തനം, പിന്നെ മനുഷ്യക്കടത്ത്, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, പലതരത്തിലുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസുകളാണ്. ഈ കേസുകളിലൊക്കെ നൂറുകണക്കിന് മനുഷ്യന്മാർ അവിടെ ജയിലുകളിൽ കഴിയുകയാണ്. അത് മുഴുവൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതിന് പ്രത്യേകിച്ചൊരു ഡിനോമിനേഷൻ്റെ ഭേദമൊന്നുമില്ല. അപ്പോൾ ബി.ജെ.പി. സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ന്യൂനപക്ഷങ്ങളെയും വ്യത്യസ്ത രീതിയിൽ അവർ അപരിഷ്കൃതമായ രീതിയിൽ നേരിട്ടുകൊണ്ട് അവരുടെ ഒരു ഫനാറ്റിക്കായ രാജ്യം സ്ഥാപിച്ചാണ് പല ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ കെന്നഡി കരിമ്പുകാലിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മറ്റേ പഴയ നാസി ജർമ്മനിയുടെ കാലത്തൊരു ഹെൽമുട്ട് വിൽബർഗ് ഉണ്ടായിരുന്നു, ഒരു ജ്യൂ ആയിരുന്നു. അദ്ദേഹം പരസ്യമായിട്ട് നാസി പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചൊരു കഥയൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ അവിടെ ജൂയിഷ് കൗൺസിൽ ഉണ്ടായിരുന്നു. അവർ നാസികളുമായിട്ട് പല ധാരണകളും ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അവിടുത്തെ സയനിസ്റ്റ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. അവർ ഹവാറ എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റ് നാസി ഗവൺമെൻറ്റായിട്ട് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവസാനം നാസികൾ ഇവരെയൊക്കെ വിഴുങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കെന്നഡി കരിമ്പുകാലയൊക്കെ അവസാനം വിഴുങ്ങാൻ വരുന്നത് വരെ സ്വന്തം വീട്ടുപടിക്കലെത്തുന്നവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ജനാധിപത്യപരമായി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഭരണഘടനയും നിയമങ്ങളും അനുവദിച്ചു തന്ന രാഷ്ട്രീയ ജനാധിപത്യ മാർഗത്തിലൂടെ ബി.ജെ.പിയുടെ ഈ കടന്നുകയറ്റത്തെ എതിർക്കണം. അതിന് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും ഹിന്ദുവും നിൽക്കണം, മുസ്ലിമും നിൽക്കണം, ക്രിസ്ത്യനും നിൽക്കണം. അത്തരത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യാവകാശങ്ങളും പരിഷ്കൃത ചുറ്റുപാടുകളൊക്കെ പുലരുന്ന ഒരു രാജ്യമുണ്ടാവുകയുള്ളൂ. അതിന് പകരം ഇങ്ങനെ ആളുകളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഉത്തരം മുട്ടുമ്പോൾ വീണ്ടും വർഗീയതയിലേക്കൊക്കെ പോയിട്ട് കെന്നഡി കരിമ്പുകാലൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സാധാരണ ഞാൻ